സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം. കോവിഡിന്റെ ഉപവകഭേദം JN1 ആണ് വ്യാപിക്കുന്നത്. ഇന്നലെ 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സാഹചര്യവും നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ഉപവകഭേദമാണ് അത് ഇവിടെ കണ്ടെത്തിയെന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇത് ഉണ്ട്. പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ എക്കാലത്തേതും എന്നതുപോലെ തന്നെ നമ്മൾ അതിന് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ പരിശോധിച്ചപ്പോൾ ഈ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല. ഐശ്വര്യ അനിൽ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഐശ്വര്യ, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്താണ് പൊതുവിലെ സാഹചര്യം? ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന കൂടുതലായുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 302 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒപ്പം 4 മരണം കോവിഡ് മൂലമാണ് എന്നുള്ള സ്ഥിരീകരണവും അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോവിഡിന്റെ പുതിയ വകഭേദം, അതായത് ചൈനയിൽ വ്യാപിച്ച കോവിഡിന്റെ പുതിയ വകഭേദം JN1 ആണ് കഴിഞ്ഞ ദിവസം 79-കാരനായ തിരുവനന്തപുരം സ്വദേശിക്ക് ബാധിച്ചതെന്നുള്ള സ്ഥിരീകരണം വന്നതോടുകൂടിയാണ് സംസ്ഥാനത്ത് വീണ്ടും അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് പനി കണക്കുകളുടെ അല്ലെങ്കിൽ പനി കേസുകളുടെ എണ്ണം വളരെ വലുതായിരുന്നു. ഒപ്പം തന്നെ രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 89% സംസ്ഥാനത്ത് തന്നെ ഉള്ളതായിരുന്നു എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സ്വാഭാവികമായും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ സാഹചര്യം ഉണ്ടായത് ഈ കൂടുതൽ പേർക്ക് പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പരിശോധന കുറവായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ കോവിഡ് കണക്കുകൾ വരാൻ അല്ലെങ്കിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടാവാത്തത്. എന്തായാലും അതിലും ഇനി നിരീക്ഷണം ശക്തമാക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരീക്ഷണം ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രകാരം തന്നെ സംസ്ഥാനത്തും ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ശരി. ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതാണ്. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എങ്ങനെ ചാൻസലർക്ക് കിട്ടുന്നു? പാനൽ പേരുകളിൽ ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കുന്നില്ല. ഏതോ കേന്ദ്രത്തിന്റെ സഹായത്തോടെയാണ് ഗവർണർ ആളെ കണ്ടെത്തുന്നത് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകുന്നവരാണോ ആരെങ്കിലുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സമാധാന അന്തരീക്ഷം തകർക്കാൻ ഗവർണർ ബോധപൂർവം ശ്രമിക്കുന്നു. ഗവർണറുടെ നടപടി കേന്ദ്രം പരിശോധിക്കണം. കരിങ്കൊടി വന്നപ്പോൾ തങ്ങൾ അവരെ കൈവീശുകയാണ് ചെയ്തത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ്. അദ്ദേഹം കേരളത്തിൽ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോവുകയാണ്. അതിപ്പോ അദ്ദേഹത്തിന്റെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒന്നാണ്. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് മന്ത്രിയായി എത്തിച്ചിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി വെടി, ക്രിമിനൽസ്, ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. തീർത്തും തെറ്റായ രീതിയല്ലേ ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾക്കെതിരെ കരികൊടി കാണിക്കുമ്പോൾ ആ കരികൊടി കാണിക്കുന്ന ആൾക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടാനുള്ള മറ്റും പോകാറുണ്ട്.
ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ അദ്ദേഹം ചെയ്യായിരുന്നു? അവർ ഓടിപ്പോയിരിക്കുന്നത് എന്താണ് ചെയ്യായിരുന്നു? എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്? തീർത്തും വിവേകരഹിതമായ ഇടപെടലല്ലേ എന്താണ്? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിയെ കല്ലെറിയാനോ വടികൊണ്ടടിക്കാനോ പോയിട്ടില്ല. കരിങ്കൊടി കാട്ടുന്നത് പ്രതിഷേധത്തിന്റെ പ്രതീകമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. പ്രതിഷേധിക്കാൻ പാടില്ല എങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കണം. മുഖ്യമന്ത്രിക്ക് നാണവും മാനവുമില്ല. തന്റെ നാട്ടുകാരനായതിൽ ലജ്ജിക്കുന്നു. ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുധാകരൻ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ? എന്ത് ജനാധിപത്യമാണ്? ഏത് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിന്റെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലെങ്കിൽ എന്ത് ഡെമോക്രസിയാണ്? ഇത്രയും നറുകെട്ട സംഭവം, ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പെന്താ ഇടതുപക്ഷ മുഖ്യമന്ത്രി വേറെ പോയിട്ടില്ലേ? എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെ എവിടെയെങ്കിലും CPM ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ? പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുക തല്ലലാണോ? പ്രതിഷേധം പ്രകടനം നടത്തിയാൽ തല്ലലാണോ? അതൊരു ജനാധിപത്യ പ്രക്രിയയിലെ സമാധാനപരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയല്ലേ? അതിനെ എങ്ങനെയാണോ നേരിടേണ്ടത്? ഇതാണോ സംസ്കാരം? ഇതാണോ ശൈലി? അതാണോ ജനാധിപത്യം? ഇവിടുത്തെ ജനങ്ങൾ ഉത്തരം പറയണ്ടേ? അയാൾക്ക് നാണമുണ്ടോ ഈ പിണറായിക്ക് പറയാൻ? അദ്ദേഹം അവരെ പരിരക്ഷിക്കാനാണ്, സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കാൻ ഞാൻ. അഭിമാനമുണ്ടോ? ജനങ്ങളോടല്ലേ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളെ മുഖത്ത് നോക്കി ഇത് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. എന്റെ നാട്ടുകാരനായത് ഞാൻ അപമാനബോധം കൊണ്ട് തലകുനിക്കുകയാണ്. ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചിട്ടില്ല എന്ന് സജി ചെറിയാൻ അടക്കമുള്ള പിന്നെ കിടക്കുന്നതാരാ? സജി ചെറിയാന്റെ മറ്റാരെങ്കിലും ആണോ? ഇനി ഒരു അടി നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയെയും സഹപ്രവർത്തകരെയും ശബരിമല ഹെൽപ്പ് ഡെസ്കിൽ നിന്നും പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. നവകേരള സദസ്സിൽ പങ്കെടുത്ത് പത്തനംതിട്ട DCC മുൻ പ്രസിഡന്റും DCC മുൻ ജനറൽ സെക്രട്ടറിയും DCC മുൻ അധ്യക്ഷൻ ബാബു ജോർജും ജനറൽ സെക്രട്ടറിയായിരുന്ന സജി ചാക്കോയുമാണ് പത്തനംതിട്ടയിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തത്. നവകേരള സദസ്സ് ജനകീയ പരിപാടിയാണെന്ന് ബാബു ജോർജ് പറഞ്ഞു. അതേസമയം പ്രഭാത യോഗത്തിൽ പത്തനംതിട്ട മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ നിര്യാണത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിട്ടുനിൽക്കുന്നത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോടെത്തി. 11:45 ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും കോഴിക്കോടേക്ക് തിരിച്ചത്. സ്വകാര്യ പരിപാടിയായതിനാൽ ഗവർണർക്കെതിരെ ക്യാമ്പസിൽ നിന്ന് പ്രതിഷേധമുണ്ടാകില്ല എന്ന നിലപാടിലാണ് SFI. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഗവർണർ 2 മണിയോടെ ക്യാമ്പസിൽ തിരിച്ചെത്തും. നാളെ രാത്രിയാണ് ഗവർണർ ക്യാമ്പസ് വിടുക. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ്, എന്തായാലും ഇന്നിപ്പോൾ പ്രതിഷേധമില്ല എന്ന നിലപാടിലാണ് SFI ഉള്ളത്. ഈ സ്വകാര്യ പരിപാടിയിലടക്കം പങ്കെടുക്കുമ്പോൾ സുരക്ഷ എത്രത്തോളം ശക്തമാണ്? ഒപ്പം നാളെ ക്യാമ്പസിലാണ് സെമിനാർ, ഗവർണറാണ് ഉദ്ഘാടകൻ. എന്ത് പ്രതീക്ഷിക്കണം? വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. VVIPകളുടെ വലിയൊരു നിര തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. സമയം മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിവാഹ ചടങ്ങിൽ എത്തിയത്. ഒപ്പം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ള മറ്റ് ആളുകളും എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കളായ KC വേണുഗോപാൽ, PC വിഷ്ണുനാഥ്, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. KK ശൈലജ ടീച്ചർ അടക്കമുള്ള ഇടതു നേതാക്കളും നേരത്തെ ഇവിടെ എത്തിയിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ രംഗങ്ങളിലൊക്കെ വലിയ പ്രമുഖർ തന്നെയാണ് ഈ ട്രേഡ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിവാഹ ചടങ്ങിന് ഉള്ളിലാണ്. ഏതാണ്ട് 1 മണിയോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് ഈ നിശ്ചയിച്ച ക്രമപ്രകാരമുള്ള അറിയിപ്പ്. അതിനുശേഷം നേരെ വീണ്ടും കാലിക്കറ്റ് സർവകലാശാലയുടെ ഹോസ്റ്റലിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും സ്വകാര്യ ചടങ്ങിൽ, പ്രത്യേകിച്ചും പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. തന്നെ അദ്ദേഹം വരുന്ന
വരുന്ന വഴിയിലും തിരിച്ചു പോകുന്ന വഴിയിലൊന്നും കരിങ്കൊടി കാണിക്കില്ല എന്നൊരു തീരുമാനം SFIയുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായി തന്നെയാണ് സുഗമമായി തന്നെ ഗവർണർക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നു. കോഴിക്കോട് നഗരത്തിലും വലിയ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലായിടത്തും പോലീസിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഒപ്പം ഈ സ്വകാര്യ സുരക്ഷാ ഭടന്മാരെയും ഈ സംഘാടകരും വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യമായ അനിഷ്ടങ്ങളൊന്നുമില്ലാതെ ഗവർണർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. നാളെ ഉച്ചതിരിഞ്ഞ് 2:30 ചടങ്ങ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാവ് ഇപ്പോൾ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നാളെ ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിൽ ഈ ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മ ചേർന്ന് സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത്. ആ സെമിനാറിലേക്കുള്ള പ്രവേശനം മറ്റുമൊക്കെ കൃത്യമായി പാസ് മൂലം നിയന്ത്രിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ പ്രതിഷേധം ഉയരാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണ്. നാളെ ക്യാമ്പസ് സജീവമായ പ്രവൃത്തി ദിനം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ ക്യാമ്പസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഗവർണർ എത്തിയത് ശനിയാഴ്ചയും ഇന്ന് ഞായറാഴ്ചയുമാണ്. മറ്റൊന്ന് തിങ്കളാഴ്ചത്തേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ച കൂടുതൽ വിദ്യാർത്ഥികളുണ്ടാകും. വളരെ വലിയൊരു പ്രക്ഷോഭത്തിനുള്ള സാധ്യത നാളെ ക്യാമ്പസിൽ കാണുന്നുമുണ്ട്. ശരി. കടുവാഭീതി നിലനിൽക്കുന്ന വയനാട് വാഗേരി കൂടല്ലൂർ മേഖലയിലെ ക്ഷീരകർഷകർ വൻ പ്രതിസന്ധിയിൽ. പശുക്കൾക്ക് തീറ്റ തേടാൻ പുറത്തിറങ്ങാൻ കഴിയാതെ പാൽ ഉൽപാദനത്തെ ബാധിക്കുന്നുവെന്ന് കർഷകർ പറയുന്നു. നിത്യവരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടല്ലൂർ കവലയിലാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിനൊപ്പം വാഗേരിയിലെ ക്ഷീരകർഷകർ പാലളന്നിരുന്നത്. ഒരാഴ്ചയായി കർഷകർ സൊസൈറ്റിയിലേക്ക് നൽകുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. കടുവാ ഭീതി കാരണം പശുക്കളെ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും കർഷകർക്ക് കഴിയുന്നില്ല. പച്ചപ്പുല്ല് നൽകാൻ കഴിയാത്തത് പാലുൽപാദനത്തെ ബാധിച്ചു. നിത്യവരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കർഷകർ. പച്ചപ്പുല്ല് ഉണ്ടെങ്കിൽ മാത്രമേ അല്പം പാല് കിട്ടുവാൻ സാധ്യതയുള്ളൂ. ഈ വൈക്കോലിനും കാൽത്തീറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ട് പിന്നെ സാധിക്കാത്തൊരവസ്ഥ. ഇപ്പോൾ തൊഴുത്തിനൊന്നും ഞങ്ങൾ ഇറക്കാറില്ല. തൊഴുത്തിൽ ബന്ധിച്ച് വെച്ചിരിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഈ കറവം കൊണ്ടാണ് ഞങ്ങൾ മൊത്തം ഇപ്പോൾ ഈ ഇതൊക്കെ രാവിലെ 10 ലിറ്റർ പാലളക്കും വൈകുന്നേരത്തിൻ്റെ 6 ലിറ്റർ പാലളക്കും. ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. വാഗേരിയിലെ ഭൂരിഭാഗം പേരും കാർഷിക വൃത്തിക്കൊപ്പം ക്ഷീരമേഖലയിലും ഉപജീവനം കണ്ടെത്തുന്നവരാണ്. കാടിറങ്ങി മനുഷ്യനെ ആക്രമിച്ച കടുവയുടെ വിളയാട്ടം സാധാരണക്കാരായ ഇവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 വയനാട്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് ഒറ്റയാനായ കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് റോഡിൽ നിന്നും നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡിൽ 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങളും കടന്നുപോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി. കുറച്ച് ദിവസങ്ങളായി ആന പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇടവേള. മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഇസ്ലാമോഫോബിക് ആറ്റിറ്റ്യൂഡിന് കയ്യടി കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദേശീയ തലത്തിലെടുക്കുമ്പോൾ പക്ഷേ ഒരു അന്യവൽക്കരണം. മോഡി റെജീമിന് ശേഷം യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വസ്തുത പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സ്ഥിതി മറിച്ചല്ലേ? നവകേരള യാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പം അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് CAA NRCയെ കുറിച്ചാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ ജില്ലകളിലൊന്നും CAA NRCയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞില്ല? സംഘികൾക്ക് മാത്രമല്ല കാവ്യ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും തട്ടം കണ്ട അലർജിയാണെന്നൊക്കെ പറഞ്ഞ് അതൊരു വിവാദം ഉണ്ടാക്കലായിരുന്നില്ലേ? തട്ടം ഊരിയ ആളുകള് മലപ്പുറത്ത് കണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള രൂപത്തിലാണ് അന്ന് അനിൽകുമാർ സംസാരിച്ചിട്ടുള്ളത്. CPM മലപ്പുറത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ? ഒരു രൂപത്തില് ഒരു പൊയ്മുഖം കാണിച്ചുകൊണ്ടാണ് CPM എല്ലാ കാലത്തും ഈ സ്പെസിഫിക് ആയിട്ടുള്ള ജില്ലയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശ്രീലങ്ക തീരത്തോട് ചേർന്ന ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ സ്വാധീന ഫലമായാണ് മഴ. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.
സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ 4 ജില്ലകളിലും ഏതെങ്കിലും തരത്തിൽ അധികൃതർ എവിടെ നിന്നെങ്കിലും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടാൽ അവിടെയുള്ളവർ മാറി താമസിക്കണമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അലേർട്ടുകൾ ഉള്ള ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ശക്തമായ മഴ ഉണ്ടാകും, അല്ലെങ്കിൽ മഴ കനക്കും എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി വരുന്നുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ നദികൾ മുറിച്ചു കടക്കാനോ ജലാശയങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോകാനോ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത 2 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എറണാകുളം കമ്മട്ടിപ്പാടത്ത് മധ്യവയസ്കയെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ പ്രതി അസം സ്വദേശി ഫിർദോസ് അലിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത്. ലഹരിക്കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. പ്രതിയെ ഉടൻ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. മധ്യവയസ്ക അപകടനില തരണം ചെയ്തു. കൊച്ചി കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ചതുപ്പ് നിലത്തിനരികിൽ വെച്ച് മധ്യവയസ്കയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി അസം സ്വദേശി ഫിർദോസ് അലിയെ പോലീസ് തെളിവെടുപ്പ് നടത്തി. സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഈ കൃത്യം നടത്തിയ വിവരം എല്ലാം തന്നെ വിശദമായി പോലീസിന് വിശദീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ചയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിലെ ജീവനക്കാരിയാണ് ഈ മധ്യവയസ്ക. അവർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആലുവയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ഓട്ടോയിലെത്തിയ ഈ അസം സ്വദേശി യുവതിയെ ആലുവയിലേക്ക് കൊണ്ടാക്കാം, അതിനായി അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാമെന്ന് വാഗ്ദാനം നൽകി ഇവർ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ കയറുന്ന സമയത്ത് ഈ മധ്യവയസ്ക തന്റെ കുടുംബത്തെ പ്രാരാബ്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ തന്റെ ജോലിയിലെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചും ഒക്കെ ഇയാളോട് പങ്കുവയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇയാൾ അവരുമായിട്ടുള്ള ഒരു വിശ്വാസ്യത കൈവരിച്ചത്. അതിനുശേഷം ഇവർക്ക് പണം നൽകുകയും ചെയ്തു. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക എന്നൊക്കെ അറിയിച്ചിട്ടാണ് അവരെ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാമെന്ന് വാഗ്ദാനം നൽകി കൊണ്ടുവന്നത്. ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ഓട്ടോ ആ ട്രാക്കിന് അടുത്തേക്ക്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് സൗത്തിലേക്ക് വരുന്ന വഴിക്ക് അവിടെ ഓട്ടോ ഇട്ട ശേഷം അവർ ഈ ട്രാക്ക് കടന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. ഈ യുവതിക്ക് ഈ എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ ഈ സമീപ പ്രദേശങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ വിശ്വസിച്ച് അവർ കൂടെ വരികയായിരുന്നു. അതിനുശേഷം ഈ റെയിൽവേ ട്രാക്കിന്റെ സമീപത്ത് ഒരു ആളൊഴിഞ്ഞ പ്രദേശം നോക്കി ഈ യുവതിയെ അതായത് ഈ ചതുപ്പിലേക്ക് തള്ളിയിടുകയും അവരെ ബലാത്കാരം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല, ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ വീഴ്ചയിൽ അവരുടെ തലയ്ക്കടക്കം ക്ഷതമേൽക്കുകയും ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഗുരുതരമായിട്ടുള്ള മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 7 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഈ പ്രതി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ആയിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 8:30-9 മണിയോട് കൂടിയാണ് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തൂടെ നടന്നു പോയിരുന്ന 3 ചെറുപ്പക്കാരാണ് ഈ യുവതിയുടെ ഒരു ശബ്ദം കേൾക്കുന്നത്. അവിടെ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ നോക്കിയപ്പോഴായിരുന്നു ഈ യുവതി ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അവിടെ കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഈ യുവതിയെ ആദ്യം ഏറ്റവും അടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലുള്ള ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി. എന്തായാലും യുവതിയുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി അവർ തരണം ചെയ്തിട്ടുണ്ട്. ഈ പ്രതി ഈ അസം സ്വദേശി ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയായിരുന്നു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ജാമ്യത്തിലിറങ്ങിയതിനിടയിലാണ് ഇത്തരത്തിലൊരു ബലാത്സംഗ കേസിൽ കൂടി പ്രതിയാകുന്നത്. വളരെ കുറച്ച്
നാളുകളായി കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും ഈ കൃത്യം നടത്തിയ രീതിയെല്ലാം പ്രതി പോലീസിന് വിവരിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡിലേക്ക് വിടാനാണ് സാധ്യത. എന്തായാലും വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത കേട്ടത്. മധ്യവയസ്കയെ അതിക്രൂരമായാണ് ഈ അസം സ്വദേശി ഫിർദോസ് അലി ബലാത്സംഗം ചെയ്തത്. ക്യാമറമാൻ ഷാഫിയോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പാർലമെന്റ് അതിക്രമം അതീവ ഗൌരവതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മോദി പറഞ്ഞു. ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോദിയുടെ പ്രതികരണം. അതേസമയം കേസിലെ പ്രതികളുടെ മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. രാജസ്ഥാനിൽ വെച്ചാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൊബൈൽ ഫോണുകൾ ഉള്ളത്. മുഖ്യ ആസൂത്രകൻ ലളിത് ഷാ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്ന് മൊഴി നൽകിയിരുന്നു. അതേസമയം കേസിലെ പ്രതികൾ 2 വർഷത്തിനിടെ 3 ഇടങ്ങളിൽ യോഗം ചേർന്നിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. മൈസൂർ, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. മുഖ്യ ആസൂത്രകൻ ലളിത് ഷായുടെ തീവ്ര നിലപാടുകളെ കുറിച്ചുള്ള എഴുത്തുകളാണെന്നും പോലീസ് പറഞ്ഞു. ശബരിമലയിൽ തിരക്ക് തുടരും. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. അവധി ദിനമാണെങ്കിലും ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. രാവിലെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവധി ദിവസമായതിനാൽ ഇന്നും 1 ലക്ഷത്തോളം പേര് സന്നിധാനത്തെത്തുമെന്ന കണക്കുകൂട്ടലാണ് അധികൃതർ. പോലീസ് കണക്ക് പ്രകാരം ഇന്നലെ 87,295 തീർത്ഥാടകരാണ് 18ാം പടി കയറിയത്. CB അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് സന്നിധാനത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? തിരക്ക് നിയന്ത്രണ വിധേയമല്ല? അവധി ദിവസമായിട്ടും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ആളുകൾ എത്തുന്നുണ്ട്, പക്ഷേ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ 1 ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ എത്തുമെന്ന് കണക്കാക്കിയെടുത്ത് ഇന്നലെ 86,000-നടുത്ത് പേരാണ് എത്തിയിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാലാവസ്ഥയാണ്. ഇന്നലെ മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോഴും മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാൻ കഴിയുന്ന തരത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത്. മഴ പെയ്തു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള അയ്യപ്പന്മാരുടെ വരവിനെ അത് ബാധിക്കും. മഴ പെയ്യുമ്പോൾ ആളുകൾ ഒന്നിച്ച് എവിടെയെങ്കിലും കയറി നിൽക്കുകയും മഴ മാറിയാൽ ഒന്നിച്ച് പിന്നീട് സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് സന്നിധാനത്ത് വലിയ തിരക്കിന് സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാകും. അത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഒരു പ്രശ്നമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ 18ാം പടിയിലൂടെയും ഇപ്പോൾ 60-നും 70-നും ഇടയിൽ ആളുകളെ മിനിറ്റിൽ കടത്തിവിടുന്നുണ്ട്. മണിക്കൂറിൽ 4,000-ത്തിലധികം പേർ സന്നിധാനത്ത് എത്തുന്നു എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഈ വരും മണിക്കൂറുകളിലും, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ നല്ല തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിൽ പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ സമയമെടുക്കും. 5-6 മണിക്കൂറുകൾ ഒരുപക്ഷെ പമ്പയിൽ സന്നിധാനത്തേക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് അസാധാരണമായിട്ടുള്ള ഒരു തിരക്കോ അസാധാരണമായ സാഹചര്യങ്ങളോ നിലവിലില്ല. നിലവിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം മൂടിക്കെട്ടിയ അന്തരീക്ഷം മാത്രമാണ്. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ അന്ത്യശാസനം നടപ്പാക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി. ഡിസംബർ 25 മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ഉത്തരവുണ്ടെങ്കിലും വിമതർ പഴയ നിലപാടിൽ തന്നെയാണ്. അതേസമയം ഏകീകൃത കുർബാന 25 മുതൽ അർപ്പിച്ചില്ല എങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വിമത വൈദികരുമായി ഈ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ